ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ബെത്ലഹേം ബൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്താണെന്നും ആദ്യത്തെ 2 പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്താണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്താണെന്ന് ഒന്നും കൂടി ഞാൻ പറയാം. ഗ്ലോബലി അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നറിയപ്പെടുക. അപ്പോൾ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബുക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുക. ദീസ് ആർ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് വൈൽ പ്രിപ്പയറിങ് അക്കൗണ്ടിങ് ബുക്സ്. ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെ അക്കൗണ്ടിങ് ബുക്സ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് എപ്പോഴും ഒരു ബിസിനസ് മാൻ ആയാലും ശരി, ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആയാലും ശരി, അക്കൗണ്ടൻ്റ് ആയാലും ശരി, ഇതിനെക്കുറിച്ചുള്ള നോളജ് വളരെ അത്യാവശ്യമാണ്. അവരത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച 2 കോൺസെപ്റ്റുകൾ അക്കൗണ്ടിങ് എൻറ്റിറ്റിയും മണി മെഷർമെൻറ്റുമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. അതിലൊന്നാമത്തേത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? 1 വർഷം അല്ലെങ്കിൽ 3 വർഷം? മേ ബി നിങ്ങളുടെ ലൈഫ് പീരീഡ് മുഴുവനും അല്ല. ആര് ബിസിനസ് തുടങ്ങിയാൽ അവരുടെ ആഗ്രഹം അവരുടെ കാലവും അവർക്ക് ശേഷമുള്ള മക്കളുടെ മക്കളും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവരുടെ ബിസിനസ് ഒരുപാട് വളരണം, ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് തന്നെയാണ്. ഓഫ് കോഴ്സ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ബിസിനസ്സും ഒരു ഡെഫിനിറ്റ് പീരീഡിലത്തേക്കല്ല, ഇറ്റ് ഈസ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഒരിക്കലും ഇത് അവസാനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ബിസിനസ് ഇന്ന വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ അവസാനിക്കുമെന്ന രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ അതിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ ബിസിനസ് ഹാസ് നോ എൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി, ദർ ഇസ് നോ എൻഡ് ഫോർ ബിസിനസ്. അതേസമയം 4ാമത്തെ കോൺസെപ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ഇതിൽ നിന്നൊരല്പം വ്യത്യാസമാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സിന് ഒരിക്കലും എൻഡില്ല, ഒരുപാട് കാലം ഇത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇതിന് എൻഡില്ലാതെ ഇൻഡെഫിനിറ്റ് പീരീഡിലത്തേക്ക് ഇത് പോകും എന്ന് പറയുമ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇതിൻ്റെ റിസൾട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു തരുന്ന കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. നിങ്ങൾക്ക് തന്നെ എക്സാംസ് നടക്കുന്നുണ്ട്, ടെർമിനൽ എക്സാംസ് നടക്കുന്നുണ്ട്. ഓരോ ടേമിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പഠിക്കുന്നത് കറക്റ്റാണോ, നമ്മൾ കറക്റ്റായിട്ട് അക്വയർ ചെയ്യുന്നുണ്ടോ, നോളജ് അക്വയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അല്ലാതെങ്കിൽ പിന്നെ എല്ലാം ഒരു 10-15 കൊല്ലം പഠിച്ചതിന് ശേഷമായിട്ട് അവസാനം സക്സസ് ആയല്ലോ എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരെ. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അതാണ് ടെർമിനൽ എക്സാംസ്. ഇത് ഓഫ് കോഴ്സ് ഇതും ഒരു നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, കുറച്ചെങ്കിലും ലാഭം കിട്ടുന്നുണ്ടോ. അപ്പോൾ എത്ര ലാഭം കിട്ടി എന്നുള്ളതെല്ലാം അറിയാനായിട്ട് ഈ എൻറ്റയർ പീരീഡിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലെ ദ ഹോൾ പീരീഡിനെ നമ്മൾ കുറച്ച് പീരീഡുകളാക്കി ചുരുക്കി നോക്കുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ റിസൾട്ട് ഷുഡ് ബി മെഷേർഡ് ഫോർ എ ബിസിനസ് ഇൻ എ സ്പെസിഫിക് പീരീഡ്. ഓരോ പർട്ടിക്കുലർ പീരീഡ്, സാധാരണ 3 മാസം, 6 മാസം, 12 മാസം, ഇങ്ങനെ പല കമ്പനികൾക്ക് പല അക്കൗണ്ടിങ് പീരീഡ്സാണ് ഉള്ളത്. കൂടുതലും ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് April 1 മുതൽ March 31 വരെയുള്ള ഒരു ബിസിനസ് ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ റിസൾട്ടാണ് സാധാരണഗതിയിൽ ഇവർ അസസ് ചെയ്ത് നോക്കുക, എത്രത്തോളം ലാഭം കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇത് എൻറ്റയർ പീരീഡിനെ ചെറിയ ഷോർട്ട് പീരീഡുകളാക്കി മാറ്റി, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് പീരീഡുകളാക്കി, സ്പെസിഫിക് പീരീഡുകളാക്കി നമ്മൾ ബിസിനസ്സിൻ്റെ റിസൾട്ട് അസസ് ചെയ്യുകയും അത് മറ്റ് കമ്പനികളുമായിട്ടോ മറ്റ് ഇൻഡസ്ട്രിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രീവിയസ് ഇയറുമായിട്ടോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റും അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റുമാണ്. 2 കണക്റ്റഡ് ആണ്. ഒന്ന്, ബിസിനസ്സിന് ഒരിക്കലും അവസാനമില്ല, ഇറ്റ് ഈസ് ഫോർ എ ലോങ് പീരീഡ് എന്ന് പഠിപ്പിക്കുമ്പോൾ, രണ്ടാമത്തേത് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നത് ദ റിസൾട്ട് ഷുഡ് ബി മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ്. ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ റിസൾട്ട് മെഷർ ചെയ്ത് നോക്കണമെന്നാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് അവർ ചാനൽ and support us. Thank you.